PCOS എന്താണെന്നുള്ളതും അത് ശരിക്കും എന്താണ് അത് മീൻ ചെയ്യുന്നതെന്നുള്ളതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക്. PCOS PCOD ഇപ്പം ഇത് വളരെ കോമൺ ആയിട്ട് ഒരു 18 മുതൽ ഒരു 30-35 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനാണ്. അപ്പോൾ PCOS എന്ന് പറയുന്ന വാക്ക് തന്നെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോമാണ്. അപ്പോൾ അത് ഡിസോർഡർ ആകുമ്പോഴാണ് അത് PCOD ആകുന്നത്. അപ്പോൾ ആദ്യത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് സ്ത്രീകളിൽ വരുന്നത് കൊണ്ടും അത് PCOS പോളിസിസ്റ്റിക്, പോളി എന്ന് പറയുമ്പോൾ കുറേ സിസ്റ്റുകൾ ഓവറിയിൽ വരുന്നു എന്നാണ്. അപ്പം പേരിൻ്റെ ഇത് കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു റീപ്രൊഡക്റ്റീവ് ഡിസീസ് ആണെന്നുള്ളതാണ്. പക്ഷേ അത് റീപ്രൊഡക്റ്റീവായിട്ട് മാറുന്നത്, അതായത് നമ്മളുടെ ഗർഭാശയത്തിൽ അത് പ്രകടമാകുന്നതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസ് ഒക്കെ പോലെ ഒരു മെറ്റബോളിക് ഡിസോർഡറാണ്. ഇപ്പോൾ മെറ്റബോളിക് എന്ന് പറയുമ്പം തന്നെ നമ്മളുടെ ദഹനശേഷിയിലോ അല്ലെങ്കിൽ ദഹന പ്രക്രിയയിലോ ഉള്ള വ്യത്യാസം അല്ലെങ്കിൽ ക്രമക്കേട് കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഒരു കണ്ടീഷന്. അപ്പം സ്ത്രീകളാകുമ്പോൾ അത് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് ഗർഭാശയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗർഭാശയത്തിലായിരിക്കും ഇത് പ്രകടമാകുന്നത്. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു വളരെ വളരെ കോമൺ ആണിത്. ഇല്ലാത്തത് എത്രയാണെന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം ഫസ്റ്റ് ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. കുട്ടികളിൽ കാണും, കുട്ടികൾ പ്രായമാകുന്നില്ല, അല്ലെങ്കിൽ വളരെ നേരത്തെ പ്രായമാകുന്നു, അല്ലെങ്കിൽ പ്രായം കഴിഞ്ഞിട്ടും, അതായത് ഒരു സാധാരണ ഒരു ഋതുമതിയാകുന്നതിന് ഒരു 13 വയസ്സ് 14 വയസ്സാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അവർ 9 വയസ്സായ കുട്ടികളും ഋതുമതിയാകുന്നുണ്ട്. അപ്പോൾ അവരത്രയും മെൻ്റലി അവർ പ്രിപ്പയർഡും അല്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലവരാണെങ്കിൽ 18 വയസ്സായിട്ടും ഋതുമതിയാകാത്തവരുണ്ട്. ചിലവർ ടൈമിലാകും, 13 വയസ്സിലാകും, പിന്നെ ഒരു 2-3 വർഷത്തേക്ക് കാണത്തില്ല. അപ്പോൾ ഇതെല്ലാം ഒരു നോർമലായിട്ട് ഒരു റീപ്രൊഡക്ഷൻ സൈക്കിൾ നടക്കേണ്ട ഒരു സ്ത്രീയിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പം ചോദ്യം വരുന്നത് എന്തുകൊണ്ട്? അപ്പം നിങ്ങളുടെ മെറ്റബോളിസം ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ മെറ്റബോളിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹോർമോൺസാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺസിൻ്റെ ഇത്.